യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തലക്ക് പിടിച്ച വ്യക്തികളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അതിന് ഈശോയെ ആൾക്കാർക്ക് കൈമാറണം. അങ്ങനെ തോന്നിയാൽ, ദൈവത്തിന് അങ്ങനെ തോന്നിയാൽ പിന്നെ ദൈവം ഒരിക്കൽ നിന്നെ അടയാളപ്പെടുത്തും. രജിസ്റ്റർ ചെയ്യും നിന്നെ. കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെഴുതി ചേർക്കുമെന്ന് പറഞ്ഞാൽ മോശസല്ലേ പറഞ്ഞത്, നിൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് മായ്ച്ചു കളയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതല്ല. എന്നാലും കർത്താവ് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ കർത്താവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്രധാനപ്പെരാകുമ്പോൾ കർത്താവ് അത് കേൾക്കാൻ മോശസിന് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ തോന്നിവാസം നിന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത്. അത്രയും ദൈവസ്നേഹമാണ് ആ മനുഷ്യനെ. എൻ്റെ മക്കളെ, ഉടമ്പടിയിൽ വിഷയസ്നേഹമല്ല വേണ്ടത്, ദൈവസ്നേഹമാണ് വേണ്ടത്. എൻ്റെ ജന്മം ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ജന്മം, എൻ്റെ ജീവിതം ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ. ഉശിരോടെ പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തോടെ ജീവിക്കുവാൻ, സ്നേഹത്തോടെ സാക്ഷികളാകുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. സ്തുതികട ഹല്ലേലൂയ. കാര്യങ്ങൾ ചില സമയത്ത് പ്രഥമ ദൃഷ്ടിയ മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങരുത്. പ്രഥമ മനസ്സിലായല്ലേ? ഉടമ്പടി ഉപദേശങ്ങളാണ്. എന്തൊക്കെയാണ്? കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങി. രണ്ടാണ്. കാര്യങ്ങൾ ചിലപ്പോൾ മോശമായിട്ട് നീങ്ങുക. ഇപ്പം ഞാൻ ബെർഗിംഹാവിലെ കഴിഞ്ഞ ഞായറാഴ്ച ഇരുന്ന് അവിടെ ധ്യാനം. അപ്പോൾ ഈ ബെർഗിംഹാവിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്ന് എന്നെ കണ്ടു. അവർ ട്രിവാൻഡ്രംകാരത്തിയ കൊല്ലക്കാരത്തിയാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം തീർന്നിരിക്കുകയാണ്, 60 ലക്ഷം രൂപയാണ് കടം. 60 ലക്ഷം രൂപയാണ് കടം എൻ്റെ. ഇപ്പം എൻ്റെ വിസ തീരാനായി, ഇനി അത് പുതുക്കത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ കുറേ എടുത്ത്, 18 ഇൻ്റർവ്യൂ എടുത്ത്, ഒറ്റ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെക്കും. അപ്പോൾ എൻ്റെ വിസ തീർന്നാൽ പിന്നെ ഞാൻ സറണ്ടർ ചെയ്താൽ ഒന്ന് അകത്ത് പോകും, അല്ലെങ്കിൽ കള്ള വിസ, അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കണം. അതൊക്കെ നടക്കത്തില്ല. ആരും ഓൺ ചെയ്യത്തില്ല. ക്രിമിനൽ കുറ്റമാണ് ഇപ്പം മൊത്തം. ഇപ്പം അഭയാർത്ഥി പ്രോബ്ലം ഉള്ള കാരണം എല്ലാവരും വിസ ഇല്ലാത്ത എല്ലാവരും അഭയാർത്ഥികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാർഡില്ല. പിന്നെ അതോട് അഭയാർത്ഥികളായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റൈറ്റെല്ലാം, പേഴ്സൻ്റെ റൈറ്റെല്ലാം പോകും. മക്കളൊക്കെ പഠിപ്പിക്കും അവർ. അത് കുറച്ച് കഴിയുമ്പോൾ നിയമങ്ങളൊക്കെ മാറുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ പോണത്.
അപ്പം ഇങ്ങനെ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് അച്ഛാ എന്ന് പറയും. അപ്പോൾ ഞാൻ അവളെ പ്രാർത്ഥിച്ചു വിട്ട്. പക്ഷേ ഞാൻ അതിന് 3 കിലോ പിന്നീട് അടുത്ത ധ്യാനം അടുത്ത ദിവസം വരണത് വേറെ ഒരു സ്ഥലത്താണ്. 10-50 കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് ചെയ്താൽ 3.5 മണിക്കൂർ 4 മണിക്കൂർ എടുത്താൽ ആ സ്ഥലത്തെത്താൻ പറ്റത്തുള്ളൂ. അതാണ് സെയിൽഫോർഡ് എന്ന് പറയണത്. സെയിൽഫോർഡ് ചെന്നപ്പോൾ അവിടെ ഇവർ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം രോഗികളെ മാത്രം കണ്ട വേറൊരു സ്ഥലമുണ്ട്. അതിനകത്ത് രോഗികളെ മാത്രം കാണും. അതായത് ക്യാൻസർ രോഗികളെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങളുള്ള എല്ലാവരും കാണുന്നവരിന് വേറൊരു പള്ളി എടുത്ത് അവിടുത്തെ ഒരു തോമസ് ബ്രദർ എന്ന് പറഞ്ഞ റാണി സിസ്റ്റർ, പിന്നെ ഈഡൻ, അങ്ങനെ കുറേ ലിസ്റ്റ് ചേച്ചി, അങ്ങനെ കുറേ അഗസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ കുറേ നല്ല പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ആ സങ്കടമെല്ലാം അവരാണ്. അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോഴുണ്ട് ഈ രോഗികളെ കൊണ്ടുവരാനും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാനും ഒക്കെ നിൽക്കണേ ഇവരാണ്. ഞാനടുത്ത് ഇവർ തീരെ നിൽക്കണേ. അവരുടെ ജീവിതം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോധം കേടുണ്ടാകും. 2 കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. ഇവർക്ക് മാത്രമേ വിസ ഉള്ളൂ. ഇവരുടെ കെയറിലാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. പോകുമ്പോൾ ഒരു നാട്ടിൽ ചെന്നാൽ 60 ലക്ഷം രൂപ കടവാണ്. അപ്പോൾ എന്നിട്ടും ഇവർ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്താണ്, രോഗികളെയൊക്കെ കൊണ്ടുവന്ന് അച്ഛനടുത്ത് കാണിക്കുകയും അവരെ ചിട്ടപ്പെടുത്തി വെക്കുകയും ഒരാളെ കഴിയുമ്പോൾ വേറെ ആളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയും. ഇവർ ഇത്രയും തീയിലും ആണ് അവർ നിൽക്കണമെങ്കിലും സ്മാർട്ടായിട്ടാണ് അവർ ജോലി ചെയ്യണത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൂസിയാസമായി. ഇപ്പം ഞാൻ മനസ്സിൽ ദൈവമേ അതിങ്ങടെ. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാനും തോമസ് ബ്രദറും നമ്മുടെ പിതാവുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, നമ്മുടെ കണ്ണൂർ രൂപതയിലെ അലക്സ് പിതാവായിരുന്നു കുർബാന എഴുതിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും. പിതാവ് ടോക്കൺ ചെയ്തായിരുന്നു. പിതാവ് നമ്മുടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഒരു രാത്രി മുഴുവനും എൻ്റെ മുറിയിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിതാവ് ഈ പവർ പോയിൻറ്റിലാണ് ഉടമ്പടി ചെയ്തത്. ഭയങ്കര രസമാണ് പിതാവ് ചെയ്തത്. കണ്ണൂരത്തെ പിതാവ്, കണ്ണൂർക്കാരൊക്കെ ഇവിടെ ഇല്ലേ, കേൾക്കണ്ട, നിങ്ങളുടെ പിതാവ് ഇപ്പോൾ ഉടമ്പടിയുടെ ധ്യാന ഗുരുവായിട്ടിരിക്കുക. അപ്പോൾ പിതാവ് ഞങ്ങൾ തമ്മിൽ ഈ കൊച്ചിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു, അവളുടെ കാര്യം മഹാമോശമാണ്, അവൾ വീണ് പോയാൽ നമുക്ക് അവരെ താങ്ങേണ്ടി വരും. അപ്പോൾ പിതാവ് പറയും നമ്മളെങ്ങനെ സഹായിക്കും. അപ്പോൾ തോമസ് ബ്രദർ പറയാം നമുക്ക് സാമ്പത്തികമായി സഹായിക്കണം, അവൾക്കൊരു ജോലി എങ്ങനെ കണ്ടെത്തണവരെ അവളെ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷെ നമുക്ക് സഹായിക്കേണ്ടി വന്നില്ല. അവൾ രോഗികളുടെ ശുശ്രൂഷ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഗവൺമെൻറ് ജോലിക്ക് കൊടുത്തു. അപ്പോൾ നോക്കിയേ, നമ്മൾ സത്യസന്ധരായാൽ മതി, വേറെ പ്രശ്നം. നമ്മുടെ കുഴപ്പം വെച്ചാൽ നമ്മൾ ഞാൻ എൻ്റെ കാര്യം നോക്കിയില്ല, എൻ്റെ ജീവിതം തീർന്നു പറഞ്ഞുകൊണ്ട് ഈ ഒടിഞ്ഞു മുടങ്ങി വീട്ടിൽ കുത്തിയിരിക്കും. അത് കാരണം ദൈവം എന്തിനാണ് ആദ്യം അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തിനെ സഹായിക്കാമെന്ന്. നീ ദൈവത്തെ സഹായിച്ചത് എന്തിനാണ്? അതല്ല, വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ അടിയറ വെക്കത്തില്ല. അവൻ അവസാന നിമിഷം വരെ കർത്താവിന് വേണ്ടി ജീവിക്കും. അതൊക്കെയാണ് നമ്മൾ ഈ ഉടമ്പടി കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളെന്ന് പറയുന്നത്. അവർ വിശുദ്ധരെക്കാളും ഉന്നതമായ ചില വ്യക്തികളാണ്. വിശുദ്ധരെക്കാളും പ്രതിസന്ധികളിൽ അവർ പച്ചയായ ഈ കാലത്തെ ജീവിതത്തിലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന മുന്നേറ്റം നമ്മൾ അത്ഭുതപ്പെടുത്തും. ദൈവം അതെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട്. ആ ഗവൺമെൻറ് ജോലി കിട്ടിയിരിക്കണേ, പ്രൈവറ്റ് ജോലിയല്ല, അത് പോകത്തുമില്ല. ഭയങ്കര ആനുകൂല്യങ്ങളോട് കൂടിയാണ് ദൈവം അവളെ അവസാന നിമിഷം വിസ എക്സ്പയർ ആകുന്നതിന് 24 മണിക്കൂർ മുമ്പ് കർത്താവ് അവളെ കോരിയെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് കർത്താവ്. നിങ്ങൾ ഉടമ്പടി ഈശോനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളൊരു പോക്ക് ജന്മമാണ്, ഓർത്തേക്കണം. കാരണം അതിനേക്കാൾ വലിയൊരു സംഭവം ഇനി ഇല്ല. നിങ്ങൾ ഉടമ്പടി നിങ്ങളത് വൃത്തിയും മേനയായിട്ട് ചെയ്ത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവം. അപ്പം അതിനോട് അർത്ഥവത്തായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ട് സത്യസന്ധമായ സാക്ഷികളായി മാറണം. പ്രാർത്ഥിച്ചേ, കർത്താവേ അർത്ഥവത്തായി അങ്ങയെ കണ്ടെത്തി ജീവിച്ച് സത്യസന്ധമായി സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. Thank you, Jesus. Thank you, Kribasnam Madhave, for bringing us here to testify ourselves in front of everyone. My name is Devrin David. I'm a dentist by profession. This is my husband, Roshan George, my daughter, Rahel Teresa, my son, Luke David, and my small one, Matteo George. We are coming from Bahrain. I took my online Udambadi on June 12th, 2023. I came to know about the online Udambadi through my colleague when I was pregnant with my small child.
because I was having so much of complications and difficulty throughout my pregnancy. And also my daughter, since her 6th month onwards, we had known that she has few food allergies. And she used to always have skin reactions like eczema and wheezing whenever she has something that she's allergic to. So seeing the struggle that I'm having during my pregnancy, my colleagues said about this, and still I was a bit confused if I should take this Udambadi or not. Then when I went back home, I started to read about the Kribasnam Madhav, and also started seeing the videos of the other testimonies and all. And I was like, okay, I will do this Udambadi. I did this online Udambadi, and my first intention was for my children, for their food allergy. My daughter, when she started having solids at 6 months, we realized that she gets reactions to everything that she's having. At her 3rd year, when she was 3 years old, we finally saw a dermatologist, and we wanted to know what is the remedy for this, because whenever she has a reaction, we'd give her allergy medicines, and then it subsides. But there was no permanent cure for it. Then when she was 3 years old, we did a blood test, and we found out that she was allergic to even rice, the very common food what we always have at home. She's allergic to everything. And the doctor advised us that we had to avoid it completely. And we were able to give her only millets. That was the only substitute she could have instead of rice. And it was very heartbreaking, because we couldn't take the children out anywhere, because she cannot have nothing, literally nothing she can have. No milk, no fruits, no vegetables, nothing she can have, only millets. And like that, when I took the Udambadi, I was telling Mother Mary, Mama, you know the difficulty of a mother who is having to cook only this thing, only the millet to give to the child. When she goes to the school also, the people keep asking her, the other children keep asking her, what is this food, what you eat? Because it's almost always just ragi, idli or dosha that I can send with her. And when it was for her time to join the school for her first standard, I was telling Mother Mary, at least now she has to have a healing from this, because different children from different communities are coming, and it's going to be very difficult for her to face all these questions. And when I did the Udambadi, I kept this, and within 1 month, I was like, okay, I will start giving her a little bit of food. The colleague who introduced me to the Udambadi, she had given me the blessed salt and the blessed honey. So I used to give both my children the salt and honey, and I used to say the creed. And slowly I started introducing each food, and we understood that they had healed from everything. Now they are 8-year-old and 6-year-old, and now they can eat all the food. They have no reactions, no eczema, no wheezing, nothing. They can eat all the foods now. Thank you, Mother Mary, for this healing. When we got this complete healing of our kids, then my wife was going through a tough time during her pregnancy, because the doctor said that, any time she can give birth, she will not complete the 36 weeks of the pregnancy, and you need to be prepared for that. And we were very much upset. So at that time, I have decided to come down to Kerala, because we are staying in Bahrain, to take the covenant, offline covenant directly from here. So that was, and I came down and I took the covenant. And we were all also trying for the Australian migration. All the documentation were doing, but there was no progress completely. So I put it, our migration process, the documentation, as our one of the intention while I was taking the offline covenant here. So then after that, when I reached back home in Bahrain, the very first moment when I entered into the house, that I got an email stating that my skill assessment is completed, and I have completed positively, and I passed for my skill assessment. Thank you, Mother Mary. That was a true miracle for me, and it is a great inspiration for me to live a life in covenant always. And afterwards,
the doctors were giving all these doubts about my wife's delivery and the pregnancy and everything. And this is the child, Mateo. He completed the complete tenure of the pregnancy, and he came out with full healthy baby we got, and still he is keeping on his full health conditions. Thank you, Mama Mary. Also, another thing was that since my 9th standard, that's like around when I was 12 to 13 years old, I'm having chronic sinusitis, and due to that, I was having migraine too. I had decided to come for the Javamala rally, the Rosary rally that happened in October. It was an immediate decision. I just wanted, suddenly I'm like, I have to go. Something is calling me. I need to go for the rally. And I came down in October just for 2 days. I came here direct from the airport on 24th, October 24th. I came here, I took my offline covenant. And on 25th, I attended the rally. And 26th, I traveled back to Bahrain. The rally, usually for me, even if a slight sunlight I get, I used to get severe migraine. But the whole rally I walked, I didn't realize that I was actually getting healed from my migraine. I went back home, and my son, he doesn't sleep at night. He usually sleeps in the morning. So I literally every day I have migraine and I take medicine. After 1 week, I realized I don't have any more headaches. I don't have any more migraines, and praise God that I have got healing from my sinusitis and migraine. I don't have any more headaches now. That is a very big miracle, because since my 13 years old onwards, I have been struggling with this sinusitis and migraine. Now I'm 38 years old. After this many years, I've got healing from the migraine and sinusitis after the Javamala rally I attended. And my son, Luke, few months back, he used to have recurrent abscess, like big pimples and with pus filled in it. So 3-4 times it came, and since I am from the medical background, the doctors used to tell me that, okay, you can just drain it at home. I used to do it, and I used to just apply some ointments, some antibiotic and ointments, and even we have given him antibiotics orally. But there was no change. I mean, like, he used to get it every other month. He gets it. And one time, like I think the 5th time when he came, the doctor said that now we have to do the culture test because it's coming recurrently. It comes in different parts of his body, sometimes on the face, sometimes on his thighs, and last time when it came, it was near his ribs. So, and he used to be literally crying because it's so painful when you drain it. And he was like, Amma, I don't want to go to the hospital because it's going to be very painful. So I had put a light a candle prayer request, and also that day when we were taking him to the hospital, I gave him shower and I just put the blessed oil and the blessed salt on this abscess, and I said the creed and I sent him to the hospital. So before sending itself, I had taken a picture of it and I had sent to the doctor. So the doctor said, yes, send him. It's like, we have to rupture this. When he reached the hospital and when the surgeon saw this, she was like telling, it looks like it's been 2 days that this has been already healed and you don't need to do anything. And since then, he has never had a abscess recurrence. We truly believe it is because of the blessed oil and the salt that he's got healing from it. And also, since my husband has taken the offline covenant, since then, every day, daily, till today, we have been using the blessed oil and the salt regularly. Even when we go out, especially when the kids and all go to school, we do it regularly. And even they believe that even when they are sick, they come and tell us, Amma, why can't you give us the salt? Why can't you give us the Madhav salt? This is what my son also, my daughter, everyone says. It is not only the physical blessings what we have received, but this covenant is helping us to live a peaceful life in our back home in Bahrain, and also our spiritual life is so in order. Every time when we go for the mass and the confessions, and regularly it is happening, and we used to say our family prayer every day. So this is all we believe that because outside when we are working, we always have struggles of timing. And but every time we are getting the time
arranged for all our prayers, and our spiritual life is so nourished by the blessings of Mother Mary. And not only that, the distribution of papers. My wife, many times she went to a mall. You know that when we are staying in an Arabian country, it is very difficult for distributing publicly, but she was brave enough because she always believed that Mother Mary is protecting her, and she went to the malls, shops and everywhere, and even to the non-Christians we used to distribute the papers. And we have also taken the papers in different languages, like one time we have taken it in Tamil, one time we have taken it in Tagalog, the Philippines language, another time the English one, and we distribute to the various communities like African community, Filipino community, Tamilians, and all these places we were able to go and distribute the papers. And it is not our merit. We never say that it is our merit, because I have applied, I have written examination PT couple of times, but even though I could speak English, but it never went through. And after this covenant, we completed the distribution of one bunch of papers, and we confidently went and wrote the PTE, and we truly believe that it is a blessing from Mother Mary, because if it was with the merit, the previous times when I appeared, it could have passed, but didn't happen. But after distributing the papers, we went and we wrote, we both, and PTE, the language test for the Australian migration, and we both cleared, and we got the adequate scores for this language test. Yeah, and actually from since the time I've taken the online Udambadi, we have been living in this Udambadi life fully throughout. Now we have taken the offline covenant also. We still continue, and we believe, and we want to, we pray that we still be in this covenant and live it till our ends. Thank you, Mother Mary. Thank you, Jesus, for all the blessings that we have received. Thank you, Mother Mary. Thank you, Jesus, for healing me and my brother from the food allergies. പരിശുദ്ധമ്മ ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 2023 മെയ് 23-നാണ്. ഇത് ഈ ജീവിതത്തിൽ എനിക്ക് ഇതുവരെയും തന്ന എല്ലാ നന്മകളും എൻ്റെ അമ്മയും ഈശോയും തന്ന ദാനമാണ്. ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ വന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. മോളെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവൾ വെളിയിലോട്ട് പോകാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. അപ്പോഴൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ, വിഷമം. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഞാനിത് ഇട്ടേച്ച് പോരുമോ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അമ്മയുടെ ബലത്തിൽ ഞാനല്ലേ മോനോട് പറയുന്നത്, മോനെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ അവിടെ പിടിച്ചു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് പല അസുഖങ്ങൾ വന്നു, തൈറോയ്ഡ് വന്നു, ഡിപ്രഷൻ്റെ ഒരു സൈഡ് വരെയും കുഞ്ഞ് പോയി. അപ്പോഴൊക്കെയും ഞാൻ അവളെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ അമ്മയുടെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞു, എക്സാം പാസ്സായി. എക്സാം പാസ്സായിട്ടും ഒരു 10 മാസമായി കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇവർ 15 പേരെഴുതിയതിൽ 13 പേരും അവർക്ക് വിസയും ടിക്കറ്റും ഒക്കെ വന്നു, അവർ പോയി. ഇവർ 2 പേരാണ് അവശേഷിച്ചത്. അപ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര വിഷമം. പക്ഷേ എനിക്ക് യാതൊരു വിഷമവും പ്രയാസവുമില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അതുപോലെ എൻ്റെ അമ്മ ഇടപെട്ട് അവസാനം ഈ നവംബർ 16 കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ധ്യാനം ഇങ്ങനെ ഓൺലൈനിൽ കൂടുമ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് ഒരു 3 ഡേറ്റ് പറഞ്ഞേച്ച്, ഒന്നൊരു 15, പിന്നെ ഒരു 26, പിന്നെ ഒരു 3 ഡിജിറ്റലിൻ്റെ നമ്പരാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു, അപ്പോൾ 19 എന്നുള്ളത് 15 പറഞ്ഞ കഴിഞ്ഞില്ല, ഞാൻ 19-നായി ഇത് കാണുന്നത്. അപ്പം ഞാൻ അടുത്ത 26 എന്നുള്ള ഡേറ്റ് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാനത് 26 എന്നുള്ള ഡേറ്റ് ഞാൻ മനസ്സിൽ പറഞ്ഞേച്ച് അമ്മയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാൻ, മാതാവേ ഈ 26 എന്നുള്ള ഡേറ്റിന് എനിക്കൊരു അത്ഭുതം അമ്മ കാണിച്ചു തരണം, കുഞ്ഞിൻ്റെ വിസയുടെ കാര്യം അമ്മ നടത്തി തരണം എന്ന്. അന്ന് മുതൽ ഞാൻ മുട്ടിപ്പായിട്ട് ഈ വിഷയം വെച്ച് അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നിങ്ങളാരും അത് അങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യം അവഗണിക്കരുത്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ഡേറ്റ് ഇട്ട് 26 രാത്രി 11:45 ഞാൻ എഴുന്നേറ്റിരുന്നപ്പോഴും ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിൻ്റെ സമയം ഇനി അതിക്രമിച്ചിട്ടില്ലല്ലോ, നിനക്ക് അത്ഭുതം ചെയ്യാൻ ഇനിയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങുകയാണ്.
ഉറങ്ങിയാണ് എൻ്റെ മയക്കത്തിൽ വന്ന് എന്നെ തട്ടിയിട്ട് പറയുക, നിൻ്റെ മൂത്ത ആങ്ങളയ്ക്കൊരു വിസ വന്നിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, മാതാവേ എനിക്കൊരു അടയാളം നീ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്ന അടയാളമാണ് എൻ്റെ മൂത്ത ആങ്ങളയ്ക്കൊരു വിസ വന്നെന്ന് പറഞ്ഞ് എന്നെ കാണിക്കുകയാണ് സ്വപ്നത്തിൽ വന്ന്. അവിടുന്ന് ഞാൻ പറഞ്ഞു, മാതാവേ അത് സന്തോഷം. പിന്നെ എനിക്ക് മനസ്സിലാകുന്ന മൂത്ത ആങ്ങളയ്ക്ക് പ്രായമൊക്കെ ഒത്തിരിയായി, ഇനി വിസ എങ്ങനെ വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു അടയാളമാണെന്ന്. 27-ാം തീയതി വെളുപ്പിനെ മോള് രാവിലെ 9 മണിയായപ്പോൾ മോള് എന്നെ വിളിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ വിളിച്ചത്. എന്നാ മോനെ, അമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അവൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മേ വിസ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, മോനെ എനിക്കിത് രാത്രിയിൽ എനിക്ക് മെസ്സേജ് അമ്മ തന്നിരുന്നു, പക്ഷേ അത് 26 ഞാൻ പറഞ്ഞത്. എനിക്ക് 27 ഈ വാർത്ത കേൾക്കാൻ. അല്ലമ്മേ അത് 26 ഡേറ്റാണ്. ഇവിടെ കൂടുള്ള കുട്ടിക്ക് വന്നത് 24 ഡേറ്റിന് വിസ വന്നു. ഇവർക്ക് 2 പേർക്കും കൂടെ എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അമ്മയോട് പറഞ്ഞ് ആ ഡേറ്റ് പ്രകാരം അമ്മയത് സാധിച്ചു തന്നു. ഇപ്പോൾ അതിനുശേഷം മോളുടെ ടിക്കറ്റ് കാര്യം ഞാൻ പറഞ്ഞു, മാതാവേ നിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ ദിവസമാണ് ഡിസംബർ 7. അതിനു മുമ്പേ പ്രിയപ്പെട്ട മകളെയും കൊണ്ട് നിൻ്റെ ആൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാം, നീ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മോളുടെ ടിക്കറ്റും വന്നു. മോളി 9-ാം തീയതി 11 മണിക്ക് ഉള്ള ഫ്ലൈറ്റിന് പോവുകയാണ്. ഈ സാക്ഷ്യമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനായിട്ട് ഇവിടെയുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എല്ലാ തന്മകളും തന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ ദാനമാണ്, കൃപയാണ്. ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കവോ ഒന്നുമല്ല, അമ്മയുടെ ദയയും കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ സ്ഥാനത്തിൽ. എനിക്കാണെങ്കിൽ ഭയങ്കരമായ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എൻ്റെ അമ്മ രക്ഷിച്ചു. കാരണം നട്ടലിന് പ്രശ്നമുള്ളതാണ്, നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് എനിക്ക്. പക്ഷേ അതൊക്കെ വിടുവിച്ചു. അവസാനം ഡോക്ടർ ലാസ്റ്റ് ചെന്നപ്പോൾ എന്നോട് പറയുക, നീ മരുന്നൊന്നും കഴിക്കണ്ട, പഴയ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ ന്യൂറോയുടെ മരുന്ന് വരെ ഞാൻ നിർത്തി. മുട്ടിന് തേയ്മാനമാണ്, എനിക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ 15-20 മിനിറ്റോളം മുട്ടയിൽ നിന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ പ്രതീക്ഷയുടെ സാക്ഷിയാണ്. എനിക്ക് അവസരം തന്നതിനായിട്ട് നന്ദി. എനിക്ക് വേണ്ട എല്ലാ കൃപകളും തന്നതിനായി സ്തോത്രം. ഞാൻ എന്നും എൻ്റെ മരണം വരെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിച്ച് മരിക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ അമ്മയെ തിരുമാരൻ തന്ന എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥാലയത്തിൽ ആഹാരം കൊടുക്കും. പിന്നെ ആര് സഹായം വന്ന് ചോദിച്ചാലും ഞാൻ എന്നെ കഴിവാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ബസ്സേജ് ഒരു കുട്ടിയെ കിട്ടി. അവളുമായിട്ട് ഞാൻ സംസാരിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ ഈ പള്ളിയുടെ വാതിക്കലാണ് പ്രൈവറ്റ് ബസ്സിന് ഇറങ്ങുന്നത്. അപ്പം ഇവിടെ വന്ന് എനിക്ക് ഒരു സംഭാവന ചെയ്യണമുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് ഇവളിറങ്ങിയപ്പോൾ ഇവൾക്ക് ഭയങ്കര ധൃതിയാണ് പോകാൻ. അവിടെ ഞാൻ പറഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പള്ളി അകത്ത് കയറി പ്രാർത്ഥിച്ച് സംഭാവനയും കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര ധൃതി എന്ന് ചോദിച്ചു മോളെ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് അവിടെ വീട് റാന്നിയാണ്, എനിക്ക് പോകാൻ ബസ് കിട്ടത്തില്ല ചേച്ചി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നമ്പർ കൊടുത്തു, നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തായിരുന്നു, നിൻ്റെ പ്രശ്നം എന്തായിരുന്നു, അത് നീ എന്നോട് പറ. അപ്പോഴാണ് പറയുന്നത്, അവൾക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരനില്ല. അവിടെ അച്ഛന് വയ്യാതെ കിടന്നപ്പോൾ അവൾ വന്ന് അന്വേഷിച്ചതിൻ്റെ പേരിൽ അവരുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, മോളെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ എന്നെ വിളിക്കണം, അത് എന്തായാലും വേണ്ടുകയില്ല, നീ നിനക്ക് ഞാനുണ്ടെന്ന് വിശ്വസിച്ചാൽ മതിയെന്ന്. ആ കുട്ടി ഇന്നും എന്നെ വിളിച്ചു. അവൾക്ക് വേണ്ടുന്ന സഹായം ഞാൻ എന്നാൽ കഴിയൽ ചെയ്യുന്നുള്ളൂ. അത് എൻ്റെ വീട്ടിൽ പോലും ആർക്കും അറിയത്തില്ല. അത് അവരാരും അറിയേണ്ട കാര്യമില്ലല്ലോ, അത് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആരെന്ത് വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഞാൻ ഒരു ഹിന്ദു ആണെങ്കിലും കഴിവതും ഞാൻ ആത്മീയതയിൽ തന്നെ ജീവിക്കും. ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥനകളോ വേദപുസ്തകം വായിക്കുന്നതോ ഞാൻ മുടക്കാറില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അതുപോലെ തന്നെ അമ്മ എന്നെ കൈകളിൽ താങ്ങി നടത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.